ഹായ്, ഞാൻ അബി. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് GoPro ഉപയോഗിച്ച് വ്ളോഗിങ് ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കിറ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച ഒരു വീഡിയോ ആണ്. അപ്പോൾ കലാ ഡിജിറ്റൽ ഫോട്ടോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാന ഘടകമായ ഉലാൻസി എന്ന ബ്രാൻഡിൻ്റെ വ്ളോഗ് കേസാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് കേസിൽ GoPro എങ്ങനെ മൗണ്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു പ്രൊഡക്റ്റ് വരുന്നത് നമുക്ക് ഇതിൽ ഒരു 52 mm ത്രെഡോട് കൂടി 52 mm ത്രെഡോട് കൂടി നമുക്ക് ഫിൽറ്ററുകൾ അതായത് ND ഫിൽറ്റർ അല്ലെങ്കിൽ സാധാരണ U ഫിൽറ്ററോ അല്ലെങ്കിൽ CPL ഫിൽറ്ററോ മൗണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു റിങ്ങാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ക്യാപ്പാണിത്. നമുക്ക് ഈ GoPro ജസ്റ്റ് സ്ക്രാച്ചിങ് ആയുള്ള വരാണ്ടിരിക്കാൻ നമുക്ക് ഡിസ്പ്ലേ മറയ്ക്കാനുള്ള ഒരു ഇതാണ് ഈ ക്യാപ്പ് കൊണ്ട്. പിന്നെ നമ്മൾ ഈ ഉലാൻസിയുടെ കേസിൽ വരുന്നത് ഈ ഒരു സ്പേസിൽ നമുക്ക് GoPro ഒരു ആക്സറി ആണ്, 3.5 ജാക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അത് നമുക്ക് ഇതിനകത്ത് മൗണ്ട് ചെയ്യാം. അത് നേരെ GoProയിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെ. അതിനുശേഷം നമുക്ക് പിന്നെ ഒരു ഏരിയ ഇവിടെ ഫ്ലാഷോ അല്ലെങ്കിൽ നമുക്ക് LED ലൈറ്റ് മൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് മൈക്ക് മൗണ്ട് ചെയ്യാനോ എങ്ങാനും ഇവിടെ ഒരു പോർഷൻ കൂടി ഈ ഉലാൻസിയുടെ കേസിൽ വരുന്നുണ്ട്. ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആ വ്ളോഗേഴ്സിനുള്ള കിറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും സാധാരണയായിട്ട് അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാറ്. നമ്മളതിന് പകരം അൺമൗണ്ടിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്ക് അൺമൗണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം അൺമൗണ്ട് ചെയ്യാൻ പോകുന്നത് സിംബെക്സിൻ്റെ ഒരു LED ലൈറ്റ് ആണ്. ഇതൊരു പോക്കറ്റ് സൈസ് LED ആണ്. ഒരു ചെറിയ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇത് എങ്ങാനും വെളിച്ചില്ലാത്തൊരു സിറ്റുവേഷൻ വരാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ LED ലൈറ്റ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ അൺമൗണ്ട് ചെയ്യാൻ പോകുന്നത് ബോയയുടെ ഒരു മൈക്കാണ്. അതിപ്പോൾ നമുക്ക് ഇത് അൺമൗണ്ട് ചെയ്ത് കഴിക്കുകയാണ് നമ്മൾ. ഇനി ഈ GoPro ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ GoPro നമുക്ക് ഡയറക്റ്റായിട്ട് ഒന്നും മൈക്കോ അല്ലെങ്കിൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു GoPro തന്നെ ഒരു എക്സറി ആയ ഒരു 3.5 mm ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. ഇത് നമുക്ക് മൗണ്ട് ചെയ്താൽ മാത്രമാണ് ഈ മൈക്ക് നമുക്ക് എക്സ്റ്റേണൽ ഏത് മൈക്ക് ആയാലും നമുക്ക് അതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിവൈസ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിവിടെ അൺമൗണ്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ്. GoProയുടെ തന്നെ ഒറിജിനൽ പ്രൊഡക്റ്റാണിത്. പിന്നെ ഒരു ഇത് വരുന്നത് നമ്മളിപ്പോൾ ഒരു പവർ ബാങ്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട്. പവർ ബാങ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ക്ലാമ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പവർ ബാങ്കിൻ്റെ ആവശ്യം പറയാൻ വെച്ചാൽ നമ്മൾ ക്യാമറ ചാർജ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ കാണിച്ച ഈ LED ലൈറ്റ് ചാർജ് ചെയ്യണമെങ്കിലോ നമുക്ക് ഈ പവർ ബാങ്കിൽ നിന്ന് പവർ ഉപയോഗിക്കാം നമുക്കത്. അപ്പോൾ പവർ ബാങ്കിന് വെച്ച് ഈ ക്ലാമ്പിൽ നമുക്ക് വേണമെങ്കിൽ മൊബൈൽ ഈ GoProയിൽ നമുക്ക് ലൈവ് സ്ക്രീൻ പോലെ വലുതായി കാണാനായിട്ട് നമുക്കൊരു മൊബൈൽ മൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അൺമൗണ്ട് ചെയ്യണം. ഇനി നമ്മളിതിൽ കാണാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാഷിനുള്ളൊരു മൗണ്ടാണ്. ഇതിൽ ഫ്ലാഷ് മൗണ്ട് എന്ന് വെച്ചാൽ ഒരു V മൗണ്ട് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ഈ പ്രൊഡക്റ്റാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ മൈക്കും അതുപോലെ തന്നെ ഈ പവർ ബാങ്കിനും എല്ലാത്തിനായിട്ട് നമ്മൾ ഉപയോഗിച്ചായിരുന്നു. ഇതൊരു പ്രൊഡക്റ്റാണ്, V മൗണ്ട് എന്നാണ് ഇതിനെ പറയണത്. അപ്പോൾ നമ്മുടെ അൺമൗണ്ടിങ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ഘടകം ഒരു ഉലാൻസി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വ്ളോഗ് കേസാണ്. ഈ ഒരു കേസ് ഉപയോഗിച്ച് നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ് മൗണ്ട് ചെയ്ത് നമ്മുടെ വീഡിയോ കളർഫുള്ളും അതുപോലെ തന്നെ ഇത്തിരി പ്രൊഫഷണലായി നമുക്ക് മാറ്റാൻ സാധിക്കും. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കോ ഈ പ്രൊഡക്റ്റിന് വേണ്ടി ഞങ്ങളെ നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.